ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അപ്പസ്തോല പ്രവൃത്തി വായിച്ച് അതിലൂടെ നമ്മളുടെ പ്രവർത്തനങ്ങളും ആദിമസഭയിൽ അപ്പസ്തോലന്മാർ പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻറ്റ്. അപ്പസ്തോല പ്രവൃത്തി 2 അധ്യായങ്ങൾ, 1-2 അധ്യായങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് വീഡിയോയിലൂടെ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അപ്പസ്തോല പ്രവൃത്തി 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ. മുടന്തനെ സൗഖ്യം. പത്രോസും യോഹന്നാനും 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷ യാചിക്കാനായി സുന്ദരം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ ദിനംതോറും കിടത്തുമായിരുന്ന ജന്മന മുടന്തനായ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷ യാചിച്ചു. പത്രോസും യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവർ അവരെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പത്രോസ് പറഞ്ഞു, സ്വർണമോ വെള്ളിയോ എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു ജന്മനാ മുടന്തനായ ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകുന്നതിനെ കുറിച്ചാണ് ഇവിടെ വചനം എടുത്തു പറഞ്ഞിരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ അതിൻ്റെ 43-ാം വാക്യത്തിൽ പറയുക, അപ്പസ്തോലന്മാരിലൂടെ വലിയ അത്ഭുതങ്ങൾ ഉണ്ടായി. വലിയ രീതിയിൽ വൻ അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചു. വലിയ പ്രവൃത്തികൾ അപ്പസ്തോലന്മാരിലൂടെ സംഭവിച്ചു എന്ന് കോമണായി പറഞ്ഞു വെച്ചതിന് ശേഷം ഒരു മുടന്തന് സൗഖ്യം കിട്ടിയത്, അതും ജന്മനാ മുടന്തന് സൗഖ്യം കിട്ടിയത് എടുത്തു പറയുകയാണ്. അപ്പോൾ എന്തിനാണ് വൻ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഈ മുടന്തൻ്റെ ഒരു സൗഖ്യം? ഇതിനേക്കാൾ വലിയ കാര്യങ്ങളുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു, മരിച്ചവനെ പോലും ഉയർപ്പിച്ചു. അപ്പം തൊട്ട് താഴെ 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നപ്പം ഒരു മുടന്തന് സൗഖ്യം നൽകിയൊരു കാര്യം പറയാൻ വേണ്ടി അതെന്തിനാണ് അവിടെ പറഞ്ഞത്? എനിക്ക് തോന്നുന്നില്ല ആ മുടന്തൻ്റെ സൗഖ്യമാണ് ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം ദൈവാത്മാവിന് അവിടെ പല കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനുണ്ട്. കാരണം നമ്മുടെ കണ്ണുകൊണ്ട് ഒരു മുടന്തന് സൗഖ്യം കിട്ടുന്നത് മാത്രമാണോ അത്ര വൻ കാര്യം എന്ന് ചോദിച്ചാൽ അല്ല. കാരണം വൻ അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് തൊട്ട് മുകളിൽ പറഞ്ഞിട്ട് ഈ ഒരു വിഷയം മാത്രം ഇൻറ്റേർണലി എടുത്തു പറഞ്ഞപ്പോൾ അവിടെ മറ്റെന്തൊരു കാര്യം കൂടെ ദൈവാത്മാവിന് നമ്മളെ പഠിപ്പിക്കാനുണ്ട്. ആദ്യം പറയുക, പത്രോസും യോഹന്നാനും 9-ാം മണിക്കൂറിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. എന്താണ് ഈ 9-ാം മണിക്കൂർ? ഇവരെവിടേക്കാണ് പോയത്? ജെറുസലേം ദേവാലയത്തിലേക്കാണ്. കാരണം വളരെ വ്യക്തമായിട്ട് പറയുന്ന സുന്ദരം എന്ന് പറയുന്ന ആ കവാടത്തിലൂടെയാണ് കടന്നുപോയത്. ഞാൻ ജെറുസലേമിൽ പോയതാണ്. ഈ പറയുന്ന കവാടത്തിലൂടെയൊക്കെ നമ്മൾ പോകാൻ ദൈവം കൃപയാലിടയാക്കി. സ്തെഫാനോസ് ഗേറ്റ് തുടങ്ങി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ ദൈവം ഒരു കൃപ നൽകിയവനാണ്. എനിക്ക് അത് വലിയ സന്തോഷമുണ്ട്, വലിയ അഭിമാനമുണ്ട്. കാരണം നമ്മുടെ ക്രിസ്തീയ വചന പഠന മേഖലയിൽ, നമ്മുടെ റിസർച്ച് മേഖലയിൽ ജെറുസലേമിൽ, ഇസ്രായേലിൽ, അതുപോലെ ഈജിപ്തിലൊക്കെ പോയി ആ സ്ഥലങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യാമെന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യം. ദൈവം കൃപയാൽ അത് ചെയ്തു. പിന്നീട് അങ്ങോട്ട് അവിടെ യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറവാണ്. ഇപ്പോൾ വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. ഒന്നും കൂടി പോകണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം അനുവദിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവർ, ഇവിടെ ഈ കവാടത്തിലൂടെ എന്തിനാണ് പത്രോസും യോഹന്നാനും കടന്നുപോയത്? അത് 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയുടെ സമയത്താണ് പോയത്. സാധാരണ പുരോഹിതന്മാർ സായാഹ്ന പ്രയർ ചെയ്യുന്ന സമയമാണ്. സായാഹ്ന പ്രയർ തുടങ്ങുന്ന സമയമാണ്. 9-ാം മണിക്കൂർ എന്ന് പറയുന്നത് ഈവനിങ്, രാത്രി 9 മണിയല്ല, ഉച്ചയ്ക്ക് ശേഷം 3 മണിയാണ് ഈ സമയമെന്നും നമുക്കറിയാം. അതായത് നമ്മുടെ സമയവും ഇസ്രായേലിൻ്റെ സമയവും വെച്ചിട്ട് 9-ാം മണി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം 3 മണിയാണ്. കാരണം 3 മണി തുടങ്ങി 6 മണി വരെയാണ് അവരുടെ ആ ദിവസം അവസാനിക്കുക. യഹൂദ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിൽ 3 മണി തുടങ്ങി 6 മണിയാകുമ്പോൾ പുതിയ ദിവസത്തിലേക്ക്, 6 മണി കഴിഞ്ഞാൽ പിന്നീടുള്ള സമയം 6:01 ആയി കഴിഞ്ഞാൽ പുതിയ ദിവസത്തിലേക്ക് അവർ കടന്നു വന്നു. അവിടെ അവസാനിക്കുകയാണ് ആ ദിവസം. അപ്പോൾ സായാഹ്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി പത്രോസും യോഹന്നാനും കടന്നുപോയി. എന്ത്, ഈ പത്രോസിനും യോഹന്നാനും വേർപാടുണ്ടായിരുന്നില്ലേ? വിട്ടുപോരുവിൻ എന്ന് പറയുമ്പോൾ പത്രോസും യോഹന്നാനും അപ്പോഴും അവിടെ തന്നെ നിൽക്കുക. എവിടെ? ഈ പറയുന്ന യഹൂദ സഭയുടെ അവിടെ തന്നെ നിൽക്കുക. അവർ അനുദിനം കൂടി വന്നത് ജെറുസലേം ദേവാലയത്തിൽ തന്നെയാണ്. അവർ വചനം പങ്കുവെച്ചത് അവിടെ തന്നെയാണ്. പൗലോസ് തൻ്റെ സുവിശേഷ വേല മുഴുവൻ നടത്തിയത് സിനഗോഗുകളെ കേന്ദ്രീകരിച്ച. ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ ഒരു സിനഗോഗ് ഉണ്ടാകുമെന്ന് കരുതി പ്രതീക്ഷയോടെ, പ്രത്യാശയോടെയാണ് പൗലോസ് പോകുന്നത്. എന്ന് കരുതി അവിടുത്തെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളോ നടത്താനല്ല ഇവരാരും പോകുന്നത്. സഭ ശക്തമായി മുന്നേറി കഴിഞ്ഞപ്പം പിന്നീടുള്ള വർഷങ്ങളിൽ യഹൂദ കൂട്ടായ്മകൾ കൂടി, അവരുടെ പൗരോഹിത കൂട്ടായ്മകൾ കൂടി ക്രിസ്തീയ വിശ്വാസമുള്ളവരെ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മകളെ വിലക്കാൻ തുടങ്ങി. അങ്ങനെ വിലക്കാൻ തുടങ്ങിയത് വരെ, ആ കാലഘട്ടം വരെ അവർക്ക് എപ്പോഴും ആശ്രയം സിനഗോഗുകളും ഇതൊക്കെ തന്നെയായിരുന്നു. പൗലോസ് തൻ്റെ സുവിശേഷ വേലയിൽ അവസാനം വരെ, അതായത് പൗലോസ് മരണപ്പെടുന്നത് AD 65-നും 68-നും ഇടയിലൊക്കെയാണെന്നാണ് പൊതുവെ ചരിത്രം പറയുന്നത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ തൊട്ട് മുമ്പ് വരെ, അവൻ ബന്ധനത്തിലാക്കപ്പെടുന്നത് വരെ സിനഗോഗുകളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ കൂടി വന്നിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ദൈവവചനം നമുക്ക് തെളിവ് തരിക.
അപ്പോൾ അതിൽ നിന്നൊരു വേർപാടല്ല, പകരം യഹൂദരായിട്ടുള്ള അവരെ പോലെ നേടണമെന്ന് പൗലോസിന് ആഗ്രഹം ഉണ്ടായിരുന്നു. യഹൂദനെ നേടാൻ ഞാൻ യഹൂദനെ പോലെ, വിജാതിനെ ഞാൻ വിജാതിനെ പോലെ. എന്നാൽ അവൻ്റെ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ പാപം ചെയ്തുകൊണ്ട് ഞാൻ നടക്കുകയല്ല, പകരം ഞാൻ അവരുടെ കൂടെ ആയിരുന്നു, അവരെ കൂടെ നേടണമെന്നൊരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. ഇതാണ് ആത്മാവുള്ളവൻ്റെ ഒരു എരിവ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ദേവാലയത്തിലേക്ക് അവർ കടന്നുപോയി. പിന്നീട് ശക്തമായി ദേവാലയത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ കടന്നു വന്നു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാർ കടന്നു പോകുമ്പം, പത്രോസും യോഹന്നാനും കടന്നു പോകുമ്പോൾ ജന്മനാ മുടന്തനായ ഒരുവനോടെ കിടക്കുക. അപ്പോൾ പത്രോസ് അവനോട് ഭിക്ഷ യാചിക്കുക, എന്തെങ്കിലും കിട്ടും, വല്ല വെള്ളിത്തുട്ടോ സ്വർണ്ണത്തുട്ടോ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കൈ നീട്ടുന്നത്. സാധാരണ ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നവൻ കയ്യിൽ തുട്ടുകൾ ഉണ്ടാകും, കാരണം ബലിയർപ്പിക്കാൻ പോകുന്നതാണെങ്കിൽ. സായാഹ്ന പ്രേയറിന് പോകുമ്പോൾ പണം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു പരിധിവരെ യഹൂദൻ പോകുമ്പം എപ്പോഴും അവൻ്റെ ദശാംശമോ സ്തോത്ര കാഴ്ചയോ ബലികൾക്ക് വേണ്ടിയിട്ടുള്ള പണമോ എന്തെങ്കിലും കയ്യിലുണ്ടാവും. ഒരു ചങ്ങാലിയോ ആടുകളോ അല്ലെങ്കിൽ ദഹനബലിയോ അല്ലെങ്കിൽ ധാന്യബലിയോ എന്തെങ്കിലും ബലികൾ അല്ലെങ്കിൽ ആടുകളെയോ എന്താണോ അവൻ കൊണ്ടുപോകുന്നത് അതിനുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. നാണയമാറ്റക്കാരുടെ സ്ഥലങ്ങൾ യേശു തട്ടിമറിച്ച കഥകളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, അതൊന്നും ഇനി പറഞ്ഞു പോകണ്ട. അപ്പോൾ അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അങ്ങോട്ട് പണവുമായി പോകുന്നവൻ ഏതെങ്കിലും സ്വർണ്ണമോ വെള്ളിത്തുട്ടുകളോ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ജന്മനാ മുടന്തനായവനെ സ്ഥിരം അവിടെ കൊണ്ടുവന്നിരുത്തുക. എന്നാൽ കർത്താവിന് ശിഷ്യർ രണ്ടുപേര് പോവുക, പത്രോസ് യോഹന്നാനും പോവുക. അവർ പറയുന്നൊരു വാക്കാണ് എന്നെ വളരെയധികം സ്വാധീനിച്ചത്. 6-ാം വാക്യം. പത്രോസ് പറഞ്ഞു, സ്വർണ്ണമോ വെള്ളിയോ എനിക്കില്ല. എൻ്റെ കയ്യിൽ സ്വർണ്ണമില്ല, വെള്ളിയില്ല, സ്വർണം കെട്ടിയ മോതിരമില്ല. നിങ്ങളെല്ലാവരും വന്ന് തിരുമേനീനെ മുത്താൻ വരുമ്പം ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസിൻ്റെ കയ്യിൽ ആ മോതിരമില്ലെന്ന്, സ്വർണത്തിൻ്റെ മോതിരം കാണുന്നില്ല. മോതിരം മുത്തണമല്ലോ, മുത്താനുള്ള മോതിരം പത്രോസിൻ്റെ കയ്യിലില്ലെന്ന്. ഉണ്ടെങ്കിൽ ആ മോതിരം ഊരി കൊടുക്കണമല്ലോ. സ്വർണ്ണമില്ല, അപ്പോൾ വെള്ളിയുമില്ല, സ്തോത്ര കാഴ്ച ഇടുന്നില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് പറയുന്നത് പിച്ച വന്നേക്കുക, സ്തോത്ര കാഴ്ചയെ കൊണ്ടിരില്ല, ഓട്ടക്കാലിനായിട്ട് പോക്കറ്റ് മാത്രമായിട്ട് വന്നേക്കുക, ഒരു ദശാംശവും കൊടുക്കുന്നില്ല. ഇനി ബലിയർപ്പിക്കാനായിട്ടാണെങ്കിൽ അതുമില്ല. ഈ പറയുന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അർപ്പിക്കാനായിട്ട് അതിനും പണമില്ല, വെറുതെ കൈയും വീശി വന്നേക്കുക. എൻ്റെ കയ്യിൽ ഇതൊന്നുമില്ല, പക്ഷെ ഉള്ളൊരു സാധനമുണ്ട്, അത് ഞാൻ നിനക്ക് തരാം. എന്താ ഉള്ളത്? യേശുവിൻ്റെ നാമം എൻ്റെ കയ്യിലുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവൻ വലത് കൈ പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടനെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്ന വചനം പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണേ, അവരുടെ കയ്യിൽ വേറൊന്നുമില്ല, ഉള്ളത് കൊടുക്കുക. ഇന്ന് നമ്മുടെ കയ്യിൽ കുറേ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നില്ല? യേശുവിൻ്റെ നാമം കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്കിപ്പോൾ സ്വർണം കിട്ടിയ കിരീടമുണ്ട്, സ്വർണം കിട്ടിയ മോശയുടെ അംശവടിയുണ്ട്, അതിൻ്റെ കാര്യത്തിൽ 2 പാമ്പ് ഇങ്ങനെ വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കയ്യിൽ മോതിരമുണ്ട്, പിന്നെ കുരിശ്, വലിയ കുരിശ് നമ്മുടെ കയ്യിലുണ്ട്. മറ്റേ വെള്ളിയുടെയോ ചിലർ സ്വർണ്ണം, രുദ്രാക്ഷമാലയൊക്കെ ഉള്ള മറ്റേ ബിഷപ്പന്മാരും തിരുമേനികളും ഉണ്ട്. ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉള്ള കാരണം യേശുവിൻ്റെ നാമം മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ പത്രോസിൻ്റെ യോഹന്നാൻ്റെ കയ്യിൽ യേശുവിൻ്റെ നാമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്വർണ്ണം ഉണ്ടായിരുന്നില്ല. അതൊരു അനുഗ്രഹമായി. സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി നടക്കത്തില്ല, സ്വർണം കൊടുക്കും. വെള്ളിത്തുട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ വെള്ളിത്തുട്ട് കൊടുത്ത് അവനെ സമാധാനിപ്പിക്കും, ദൈവപ്രവൃത്തി നടക്കത്തില്ല. ക്രിസ്തുവിനെ കൊടുക്കത്തില്ല, യേശുവിൻ്റെ നാമത്തെ കൊടുക്കത്തില്ല, യേശുവിൻ്റെ നാമത്തെ അവന് കിട്ടത്തുമില്ല. പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്നത് അവൻ അനുഗ്രഹമായി മാറി. അവന് ഏറ്റവും ശ്രേഷ്ഠമായ നാമം അവന് കിട്ടി, ഏറ്റവും വിശ്വസ്തമായ നാമം അവന് കിട്ടി, അവന് ദൈവം കൊടുത്തു. അതാണ് ഇവിടെ നടന്ന ഏറ്റവും വലിയ പ്രവൃത്തി. ശിഷ്യന്മാരെ വിളിക്കുമ്പോഴും കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, പത്രോസിനെ യോഹന്നാനെയൊക്കെ വിളിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, നീ വാ, മീൻപിടുത്തം നിർത്തി, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്നേ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിപ്പിക്കാം, വാ കയറി വാ. അവരന്ന് മീൻപിടുത്തം നിർത്തിയതാ. അന്നേ മീൻപിടുത്തം നിർത്തിയിട്ട് പിന്നെ പണമില്ല. ടാക്സ് അടയ്ക്കാൻ വേണ്ടി പത്രോസിനോട് പറയുന്നത്, പത്രോസ് നീ പോയി ഒരു ചൂണ്ടയുടെ ഒരു മീനെ കിട്ടും, ആ മീൻ്റെ വായിലൊരു നാണയം ഉണ്ടാവും, അതെടുത്ത് നീ എനിക്കും നിനക്കും വേണ്ടി ടാക്സ് അടയ്ക്കാനാണ് പറയുന്നത്. ടാക്സ് അടയ്ക്കാൻ പോലും പൈസ ഇല്ല. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാം ഉണ്ട്, പക്ഷേ പാമ്പിന് മാളമുണ്ട്, പറവയ്ക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചാക്കാൻ പോലും ഇടയില്ലെന്ന്. മനുഷ്യപുത്രൻ്റെ ശിഷ്യന്മാർക്കാണെങ്കിൽ വെള്ളിത്തുട്ടുമില്ല, സ്വർണ്ണത്തുട്ടുമില്ല, ഒന്നുമില്ല. നമുക്കാണെങ്കിൽ ഇന്ന് ഘനഗംഭീരങ്ങളായ എല്ലാം ഉണ്ട്. ഒന്നും വേണ്ടെന്നല്ല, എല്ലാം വേണം. ഒരു സഭയുടെ സ്ട്രക്ചർ മുന്നോട്ട് പോകുമ്പം അതിന് സകലതും വേണം, എല്ലാ കാര്യങ്ങളും വേണം. നല്ല ഭവനങ്ങൾ വേണം, നല്ല കെട്ടിടങ്ങൾ വേണം, നല്ല പള്ളികൾ വേണം, നല്ല 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 കാര്യങ്ങളെല്ലാം വേണം, നല്ല കാറ് വേണം, എല്ലാം വേണം, ഒന്നും വേണ്ടെന്നല്ല. പക്ഷെ ഇതെല്ലാം സുവിശേഷത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണം. എന്നാൽ മാത്രമേ അത് ദൈവം ആഗ്രഹിച്ച തരത്തിലേക്ക് വരത്തുള്ളൂ. അല്ലാതെ ഇത് പ്രൗഢിക്ക് വേണ്ടി മാത്രമാകുകയാണെങ്കിൽ
ഇതൊന്നും ക്രിസ്തുവിൻ്റെ പ്രവൃത്തി അവിടെ നടക്കത്തില്ല. യേശുവിൻ്റെ നാമമഹത്വം ഒരിക്കലും നടക്കത്തില്ല. ഇനി ഇവിടെ ദൈവം ചെയ്യുന്ന അത്ഭുതം, അടയാളം മനുഷ്യരിലൂടെ, ആരിലൂടെ? പത്രോസിലൂടെ, യോഹന്നാനിലൂടെ നടക്കുക. നമ്മൾ ഇന്ന് എന്ത് ചെയ്തു? പത്രോസിനെയും യോഹന്നാനും കൊടുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അപ്പസ്തോലികമായി നമ്മളിലേക്ക് വന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നതാ. നമുക്ക് നൽകിയ ആ കൃപാവരത്തെ നമ്മളിന്ന് വിഗ്രഹത്തിന് കൈമാറി. ഇനി വിഗ്രഹം അത്ഭുതം ചെയ്യട്ടെ, ഞാൻ ചെയ്യുന്നില്ല, വിഗ്രഹം അങ്ങനെ ചെയ്യട്ടെ. അതല്ലേ നല്ലത്. വിഗ്രഹം ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ ഭംഗിയായി. കണ്ണുനീരൊഴുക്കുന്ന മാതാവിൻ്റെ ചിത്രം, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ ചിത്രം, അത്ഭുതങ്ങൾ നടക്കുന്നു. കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രം, വീണ്ടും അത്ഭുതങ്ങൾ നടക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന ഔസേപ്പിതാവ്, അത്ഭുതങ്ങളുടെ പേമഴയാണ്. പിന്നെ കൃപാസനത്തിലെ കാശുരൂപം പറയണ്ട, എക്സാം ജയിപ്പിക്കുന്നത് തുടങ്ങി മറ്റേ JCB വലിച്ചു കയറ്റുന്നവരെയുള്ള ചിന്തിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളാണ് അവിടെ ചെയ്തു കൂട്ടുന്നത്. നമ്മൾ അത്ഭുതങ്ങൾ ആർക്ക് വെച്ച് കൈമാറി? അടയാളങ്ങൾ ആർക്ക് വെച്ച് കൈമാറി? ദൈവപ്രവൃത്തി ആർക്ക് വെച്ച് കൈമാറി? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വിഗ്രഹങ്ങൾക്ക് കൈമാറി. ദൈവമക്കൾക്ക് താല്പര്യമില്ലാതെയായി. ദൈവനാമം പ്രഘോഷിക്കേണ്ട അതരം, യേശുവിൻ്റെ നാമത്തെ ലോകത്തിന് കൊടുക്കേണ്ട അതരം, ദൈവത്തിൻ്റെ സ്തുതികളെ നൽകേണ്ട അതരം ഇന്ന് എവിടേക്ക് കൈമാറി? വിഗ്രഹത്തിനും മറ്റു പലതിനും കൈമാറി. അതുകൊണ്ട് മഹത്വം മുഴുവൻ ഇപ്പോൾ വിഗ്രഹം കൊണ്ടുപോയിട്ടിരിക്കുക. അത്ഭുതം മുഴുവൻ വിഗ്രഹം ചെയ്യുന്നു, മഹത്വം മുഴുവൻ വിഗ്രഹം കൊണ്ടുപോകുന്നു. പിന്നെ മഹത്വം മുഴുവൻ കൊണ്ടുപോകുന്ന മറ്റൊരു കാറ്റഗറി വിശുദ്ധര്, അങ്ങനെയുള്ളവരാണ്. വേറെ ആരും കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന ഏറ്റവും സങ്കടകരമായ അവസ്ഥ. നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഒരു മാറ്റം വേണ്ടേ? കാരണം ഇവിടെ വളരെ വ്യക്തമായിട്ട് 8-ാം വാക്യം പറയുകയാണ്, അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണേ, അത്ഭുതം ചെയ്തത് പത്രോസും യോഹന്നാനുമാണ്. ഇവൻ സ്തുതിക്കുന്നത് ദൈവത്തെയാണ്. ഇതെന്ത് പരിപാടിയത്? എടാ, സ്തുതിക്കേണ്ടത് പത്രോസിനെയല്ലേ? സ്തുതിക്കേണ്ടത് യോഹന്നാനെയല്ലേ? ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ കൊടുക്കേണ്ടത് ആരുടെ ഫോട്ടോ വെച്ചിട്ടാ? പത്രോസിൻ്റെ ഫോട്ടോ വെച്ചിട്ടല്ലേ കൊടുക്കണ്ടേ? യോഹന്നാൻ്റെ ഫോട്ടോയ്ക്കല്ലേ കൊടുക്കണ്ടേ? ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ, പാമ്പിനെ ഓടിക്കുന്ന വിശുദ്ധൻ. അപ്പം ഇവർക്കല്ലേ നമ്മൾ, കാരണം ഇവർ മൂലമാണല്ലോ, ഇവരാണല്ലോ അതിൻ്റെ മധ്യസ്ഥൻ. യേശുവിൻ്റെ നാമം ഉപയോഗിച്ച മധ്യസ്ഥൻ ആരാ? പത്രോസും യോഹന്നാനുമാണ്. അപ്പം പത്രോസും യോഹന്നാനും മധ്യസ്ഥം ഉപയോഗിച്ചിട്ട് അവർ വെറുതെ ഇരിക്കുക, അവർക്കൊരു ഗുണമില്ല. ഇവൻ ജന്മനാ മുടന്തനായവൻ, അവൻ ദൈവത്തെ സ്തുതിക്കുകയാണെന്ന്, യഹോവയെ സർവശക്തനായ കർത്താവിനെ സ്തുതിക്കുകയാണെന്ന്. ഇതൊരു ശരിയായ പരിപാടിയാണോ? നമ്മളുടെ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ ശരിയല്ല. പക്ഷെ ഇതാണ് അപ്പസ്തോലികമായ രീതി. അത്ഭുതം നടക്കുമ്പോൾ, അടയാളം നടക്കുമ്പോൾ, ദൈവപ്രവൃത്തി നടക്കുമ്പോൾ വിഗ്രഹത്തിൻ്റെ പിന്നാലെ ഓടയല്ല, വിഗ്രഹത്തിന് മഹത്വം കൊടുക്കുകയല്ല, വിശുദ്ധർക്ക് മഹത്വം കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ദൈവത്തിന് മഹത്വം കൊടുത്തോണം. ദൈവത്തിന് മഹത്വം കൊടുത്തോണം. ഞങ്ങളുടെ തൊട്ടടുത്തൊരു ദേവാലയമുണ്ട്, യൂദാസ്ലീഹയുടെ നൊവേനയുള്ള ദേവാലയം. ആ നൊവേനയിൽ നിങ്ങളുടെ പ്രിൻ്റഡ് കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വായിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ ഓൺലൈനിൽ വെറുതെ ടൈപ്പ് ചെയ്ത് നോക്കിയാലും മതി. അതായത് അങ്ങേ മഹത്വം ഞാൻ ലോകം മുഴുവൻ പ്രഘോഷിക്കാം. ആരുടെ മഹത്വം? യൂദാസ്ലീഹായുടെ മഹത്വം. കാരണം എന്താ? അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ്. സാധിക്കാത്തൊരു കാര്യമായിരുന്നു, ആർക്കും സാധിക്കാത്ത, ദൈവത്തിന് പോലും കഴിയാത്തതായിരുന്നു. ഇതാ യൂദാസ്ലീഹ നമുക്ക് എന്ത് ചെയ്തു? അത് ചെയ്തു തന്നു. അപ്പോൾ അങ്ങേ മഹത്വം, യൂദാസ്ലീഹായ നിൻ്റെ മഹത്വം ഞാൻ ലോകം മുഴുവൻ പ്രഘോഷിക്കാം. എഗ്രിമെൻ്റാണ് നൊവേനയിൽ, പൈശാചികമായ എഗ്രിമെൻ്റ്. എവിടെ? നൊവേനയിൽ. ആരുടെ മഹത്വമാണ് നമ്മൾ വിളിച്ചു പറയേണ്ടത്? ദൈവത്തിൻ്റെ മഹത്വം ലോകത്തോട് വിളിച്ചു പറയണം. ദൈവം ചെയ്ത പ്രവൃത്തിയെ വിളിച്ചു പറയണം. കൃപാസനത്തിൽ അനേക സാക്ഷ്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരൊറ്റ സാക്ഷ്യം യേശുവിനെ പറയുന്നതുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പത്രം വായിച്ചു നോക്കുക, ഒറ്റ സാക്ഷ്യം യേശുവിനെ കുറിച്ചുണ്ടോ? ഇല്ല. മാതാവിന് മാത്രം സാക്ഷ്യം. മാതാവും തിരുക്കുമാരനും കൂടി ഇപ്പം ആക്കിയിട്ടുണ്ട് കുറച്ചൊക്കെ. മാതാവിനും തിരുക്കുമാരനും ഈക്വലാണ്, പകുതിയാണ്. പകുതി മാതാവ്, പകുതി തിരുക്കുമാരന്. കഴിഞ്ഞ ദിവസം ഏതൊരു അച്ഛൻ്റെ വീഡിയോ കണ്ടു. ഇത് ശരിയല്ല. മാതാവിനെ തിരുക്കുമാരനെ നിങ്ങൾ രണ്ടുപേരും ഈക്വലായിട്ട് കൊണ്ടു കിടക്കരുത്. അത് ശരിയല്ല, തെറ്റാണ്. കാരണം മാതാവും തിരുക്കുമാരനും ഈക്വലല്ല എന്നും അച്ഛൻ്റെ വീഡിയോ കണ്ടു. പക്ഷെ അതുകൊണ്ട് നമ്മുടെ വിശ്വാസികൾക്കൊന്നും മാറ്റം വരാൻ പോകുന്നില്ല. നമ്മളിപ്പോഴും ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയാണ്. ഇവിടെ 8-ാം വാക്യം വ്യക്തമായിട്ട് പറയുകയാണ്, അവൻ ദൈവത്തെ സ്തുതിച്ചു. അതുകൊണ്ടും അപ്പസ്തോലൻ ലൂക്ക നിർത്തുന്നില്ല. 9-ാം വാക്യത്തിൽ അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനം മുഴുവൻ കണ്ടു. അപ്പം ജനത്തിന് വിശ്വാസം വന്നു. ഇവൻ ആ ജന്മനാ മുടന്തനായവനല്ലേ, ഇവൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം ദൈവപ്രവൃത്തി ഇവനിൽ നടന്നു. അതും അപ്പസ്തോലന്മാരുടെ ഏത് നാമത്തിൽ? യേശുവിൻ്റെ നാമത്തിൽ. അവിടെയും മഹത്വം ദൈവത്തിന് വരികയാണ്.
10-ാം വാക്യം, ദേവാലയത്തിൽ സുന്ദര കവാടത്തിങ്കൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവർ അവനെ സംഭവിക്കുന്നതിനെക്കുറിച്ച് വിസ്മയവും സംഭ്രമവും നിറഞ്ഞവരായി. അവരും ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കാരണം ദൈവം ചെയ്ത വൻ പ്രവർത്തികൾ അവർക്കും ആകാംക്ഷയായി, അവർക്കും വളരെ സന്തോഷമായി. ആ ദൈവിക പ്രവൃത്തിയെ അവരും സ്നേഹത്തോടെ ഏറ്റെടുത്തു. നമുക്കെന്ത് സംഭവിച്ചു? മഹത്വം വിഗ്രഹത്തിന് കൈമാറി. ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ യാതൊരു വിധത്തിലും ഉപയോഗിക്കാതെ. എന്താണ് ദൈവത്തിൻ്റെ നാമം? ദൈവത്തിൻ്റെ നാമത്തെ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? യേശുവിൻ്റെ നാമം. ആ നാമം സർവ്വത്തിനും മേലായ നാമം, സകല അധികാരത്തിൻ്റെയും നാമം, സർവശക്തിയുള്ള നാമം. ആ നാമത്തിന് അധികാരം കിടക്കുന്നത്. അതായത് ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ഏറ്റവും വലിയ അടയാളമാണ് ആ നാമത്തിൽ അത്ഭുതം നടക്കുന്നത്. ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ആ നാമത്തിന്, സർവനാമത്തിനും ഉപരിയായ നാമം, എല്ലാ മഹത്വങ്ങളുടെയും മേലായ നാമമായ സർവമഹത്വങ്ങൾക്കും ഉടയവനായ നാമമാണ് ആ യേശുവിൻ്റെ നാമം. ആ നാമമാണ് പ്രഘോഷിക്കപ്പെടേണ്ടത്. ആ നാമത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത്. ആ നാമമാണ് സുവിശേഷിക്കേണ്ടത്. ആ നാമത്തിലേക്ക് മാത്രമേ മഹത്വം പോകാൻ പാടുള്ളൂ, മറ്റൊന്നിലേക്കും പോകരുത് എന്ന് ദൈവം വ്യക്തമായി നമുക്ക് ബോധ്യം തരികയാണ്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് അവസാനിപ്പിച്ച്. ഈ വാക്യങ്ങളിലൂടെ എല്ലാം വ്യക്തമായി നമ്മളോട് തരുന്ന 2-3 ബോധ്യങ്ങളുണ്ട്. ഒന്ന്, ഒരാചാരം വേണ്ട, ഒരനുഷ്ഠാനം വേണ്ട. ഒരു ആചാര അനുഷ്ഠാനങ്ങളിലൂടെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഒരു ഉടമ്പടിയും വെക്കണ്ട, നീ ഒരു നേർച്ചയും കിടക്കണ്ട, നീ ഒരു കാഴ്ചയും കൊടുക്കണ്ട, അതിനുവേണ്ടി നീ പണം കൊണ്ടുവരണ്ട, നീ ഓട്ടക്കാലണയായി വന്നാൽ മതി, നീ ഒന്നും വേണ്ട. നിന്റെ കയ്യിൽ വേണ്ടത് ദൈവത്തിൻ്റെ നാമം മാത്രമാണ്. അല്ലാതെ സ്വർണ്ണത്തുട്ടോ വെള്ളിത്തുട്ടോ അല്ല കർത്താവിന് വേണ്ടത്. നിന്റെ ബലികൾ എനിക്ക് എന്തിന്? നിന്റെ നിരവധിയായ ബലികൾ എനിക്ക് അലോസരമാണ്, ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് യെശയ്യാ പ്രവാചകനോട് വ്യക്തമായി പറഞ്ഞു. ഹൃദയമാണ് നുറുങ്ങേണ്ടത്, ദൈവത്തോട് ചേർന്നിരിക്കേണ്ടത് ഹൃദയമാണ്. ഉന്നതമായ നാമം ദൈവത്തിൻ്റെ, ആ നാമത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത്. ആ നാമമുണ്ടെങ്കിൽ അവിടെ അത്ഭുതമുണ്ട്, അവിടെ അടയാളമുണ്ട്, അവിടെ വിശുദ്ധിയുണ്ട്, അവിടെ വിശ്വാസമുണ്ട്, സുവിശേഷത്തിൻ്റെ വൻ പ്രഘോഷണമുണ്ട്. യേശു നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം വളരെ വ്യക്തതയോടെ നമുക്ക് നൽകിയ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ, എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുമ്പോൾ പുത്രൻ്റെ മഹത്വത്തിനു വേണ്ടി ഞാൻ, പുത്രൻ തന്നെ ചെയ്തു തരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി പിതാവിനോട് നിങ്ങൾ ചോദിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കണം, യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കണം. അപ്പോൾ ഞാൻ നിനക്കത് തരും, ഞാൻ നിനക്കത് ചെയ്തു തരും. പിതാവ് തരും എന്നല്ല, ഞാൻ തന്നെ നിനക്കത് തരും. കാരണം ആ നാമം ഏറ്റവും ശ്രേഷ്ഠമായ നാമമാണെന്ന് ലോകം അറിയേണ്ടതിന്, ലോകം വിശ്വസിക്കേണ്ടതിന് ആ നാമത്തെ ചേർത്ത് പിടിക്കണം. മറ്റ് നാമങ്ങളല്ല മഹത്വപ്പെടുത്തേണ്ടത്, മറ്റ് നാമങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. മറ്റ് നാമങ്ങളെ ബഹുമാനിക്കാം, മാതാവിനെ ബഹുമാനിക്കുക, വിശുദ്ധരെ ബഹുമാനിക്കുക, മറ്റുള്ളവരെല്ലാം ബഹുമാനമാണ് കൊടുക്കേണ്ടത്. എന്നാൽ മഹത്വം ദൈവത്തിന്. അത്ഭുതം ചെയ്തത് ദൈവം, ഉദ്ദിഷ്ട കാര്യം ചെയ്തു തന്നത് ദൈവം, സർവശക്തിയുള്ള ദൈവം. ദൈവത്തിന് മാത്രമേ മഹത്വം കൊടുക്കാൻ പാടുള്ളൂ. വേറെ ലോകത്തെ ഒന്നിനും മഹത്വം കൊടുക്കരുത്. കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ദൈവ പ്രവൃത്തി നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസി പോലും ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്ന് നമ്മുടെ ഇടയിലാണ് സംഭവിക്കുന്നതെങ്കിൽ നേരെ തിരിച്ച് വിശുദ്ധർക്കോ അല്ലെങ്കിൽ മറ്റു നാമങ്ങൾക്കോ മഹത്വം കൊടുക്കുന്നതിൻ്റെ കാരണം ദൈവം നമ്മെ ഏൽപ്പിച്ച മഹത്വം, പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം, ആ മഹത്വം നമ്മൾ വിഗ്രഹങ്ങൾക്ക് കൈമാറിയത് കൊണ്ട് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള ജനത, ആ വിഗ്രഹത്തിന് കൈമാറിയതിൻ്റെ ശാപം പേറിയിരിക്കുന്ന ജനത എന്ത് സംഭവിച്ചു? അവരും മഹത്വം വിഗ്രഹങ്ങൾക്ക് കൊടുക്കുന്നു. വിശുദ്ധർക്കോ മറ്റ് വ്യക്തിനാമങ്ങൾക്കോ മനുഷ്യ വ്യക്തികൾക്കോ ഈ മഹത്വം കൈമാറിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കാതെയാകുന്നു. സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ, ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഏക നാമമായ യേശുവിൻ്റെ നാമം, സകല നാമത്തിന് ഉപരിയായ നാമം നമ്മുടെ കരങ്ങളിൽ ഉണ്ടാകട്ടെ. സ്വർണ്ണമല്ല, വെള്ളിയല്ല ഏറ്റവും ശ്രേഷ്ഠം, നമ്മുടെ കരങ്ങളിലുള്ള ദൈവനാമമാണ്. ആ നാമത്തിൽ അഭിമാനം കൊള്ളുവാൻ, ആ ശ്രേഷ്ഠമായ നാമത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ, നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ. മറ്റ് പലതും നമ്മുടെ ഇടയിൽ പല സമയങ്ങളായി കയറി കൂടിയിട്ടുണ്ട്. കാലാകാലങ്ങളായി പല ക്ഷുദ്രജീവികളിലൂടെ നമ്മളായിരിക്കുന്ന ഡിനോമിനേഷനുകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ പലവിധ തിന്മകൾ, പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, തെറ്റുകൾ കയറി കൂടിയിട്ടുണ്ട്. ഇതിനെല്ലാം വേർപെടുത്തി, ഇതിൽ നിന്നെല്ലാം വേർപെട്ട് ഏക നാമമായ യേശുവിൻ്റെ നാമത്തെ ക്രിസ്റ്റോസെൻട്രിക്കായിട്ട് മാത്രം മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ, ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.